അന്ന് ഞാൻ ആ കറുത്ത കണ്ണട ചോദിച്ചത് കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ചിരുന്ന ആ കണ്ണുകൾ ഒന്നും മറയില്ലാതെ കാണാനായിരുന്നു. ഒരു ജന്മം മുഴുവൻ ആ കണ്ണുകൾ ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇയാളെ കൂടെ ജീവിക്കാൻ കൊള്ളൂലേ സാറേ? കൊള്ളാം. 24 മണിക്കൂറും വായും തുറന്ന് കിടന്നുറങ്ങാൻ മാത്രം. ഉറങ്ങുമ്പോഴെങ്കിലും ആ വീട്ടിലെനിക്ക് വാ തുറക്കണ്ടേ സാറേ? ചന്ദ്രൻപിള്ള ഞാനാ കുറ്റിക്കാട്ടിൽ അല്ലേ? കുറ്റിക്കാട്ടിലല്ല, ഞാനിപ്പോ ഇവിടെ നിൽക്കുകയല്ലേ. അതല്ല, വീട്ടുപേര് കുറ്റിക്കാട്ടിലല്ലേ? വീട്ടുപേര് കുറ്റിക്കാട്ടിൽ. ഓക്കെ ഓക്കെ ഓക്കെ. തൊഴിലെന്തായിരുന്നു? തൊഴിൽ ഞാൻ പിന്നെ ഹൗസ് വൈഫ്. സോറി, മനസ്സിലായില്ല. അല്ല, ഹൗസ് ഹസ്ബൻഡ്. എന്ത് ഭംഗിയാടോ തന്റെ ഈ കണ്ണ് കാണാനായിട്ട്. കണ്ണിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. ചില സമയത്ത് നിന്റെ ഈ നോട്ടമൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിൽ എന്തൊക്കെയോ പോലെയാണ്. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെയൊക്കെയെന്ന്, പക്ഷേ ഇറ്റ്സ് ഫീലിംഗ് സംതിങ്. താടിയുള്ള തെണ്ടി നിന്നോട് എന്താ പറഞ്ഞത്? അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്താ അയാൾ പറഞ്ഞത്? അയാൾ ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ 2 പൊറോട്ട ഒരു ചിക്കനും പറഞ്ഞു. നീ വല്ലാതെ മാറിയിരിക്കണോ അച്ചു? എന്താ രൂപം, ഈ മീശയും മുഖവും. നീ മറ്റാരോ ആയിപ്പോയി. 6 വർഷം ഉണ്ടു ഉറങ്ങിയും കഴിഞ്ഞത് സൊസൈറ്റി പേടിയോടെ മാത്രം നോക്കിക്കാണുന്ന ഔട്ട്ലാസിന്റെ കൂടെ അല്ലേ? മാറും, മാറിപ്പോ. നിങ്ങൾ അറിഞ്ഞോ അപ്പുറത്തെ വീട്ടിലെ ശിവ മരിച്ചുപോയില്ലേ? സുല്ല് വേറെ കെട്ടാൻ പോവാന്ന്. നല്ല കാര്യമല്ല, പിള്ളേരെ നോക്കാൻ ആരും വേണ്ട. ഞാൻ മരിച്ചുപോയാലും നിങ്ങൾ വേറെ കെട്ടണേ. ഞാൻ മരിച്ചുപോയാല് നിങ്ങൾ വേറെ കെട്ടണോന്ന്. പിള്ളേരെ നന്നായിട്ട് നോക്കുന്ന ഒരുത്തിയായിരിക്കണം. പിള്ളേരെയൊക്കെ നോക്കും. നല്ല സുന്ദരി ആയിരിക്കണം. അതല്ലോ സുന്ദരിയാ. സുന്ദരിയാ. ഇത്ര മുടി വേണം. എത്ര? ഇത്ര. പിന്നെ ഇത്തിരി നല്ല വണ്ണമുള്ള കൊച്ചായിരിക്കണം. വണ്ണം അത്രയൊക്കെ വരും. വണ്ണം ഉണ്ടാവും. പേരിന്റെ ആദ്യത്തെ അക്ഷരം 6 ആയിരിക്കണം. അയ്യോ, അത് പറ്റത്തില്ല. എസ്സേ പറ്റൂ. 10 வருஷம் என் கூட இருந்து நான் பண்றதெல்லாம் பார்த்துட்டு எங்கிட்டே கருணை கேக்குறியாடா? അസുഖപ്പെത്ര ഇങ്ങനെ പറ്റത്തില്ല, എന്നെ ആരെങ്കിലും പിടിച്ചേൽപ്പിക്കണം. ഞാൻ നിന്നെ പിള്ളേരെപ്പിടുത്തക്കാർക്ക് പോലും വേണ്ട, പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാനാ? പിള്ളേരെപ്പിടുത്തല്ലേ, ഏതൊരു പെണ്ണിന്റെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കണം. എനിക്ക് കല്യാണം കഴിപ്പിക്കണം. എനിക്ക് പറ്റത്തില്ല. തൊഴിലുറപ്പിന് പോയിച്ചു എനിക്ക് അതിനോട് ചെലവിന് കൊടുക്കാൻ. അപ്പൊ അങ്ങനെയാണോ അമ്മ കരുതി വെച്ചിരുന്നത്? അതാ, നീ ജോലിക്ക് പോകുന്നുണ്ടോ? പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോയിട്ട് വന്നിട്ട് രാത്രി എടപ്പോണം പമ്പിൽ കൂടെ നിന്നാ പോരെ?